നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് നിരവധി സ്ത്രീകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തുറന്നു പറയുന്നത് ഫേമസ് ആവാനല്ലെന്നും ഇപ്പോഴും പേടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുമാണ് നടിയായ ദിവ്യ ഗോപിനാഥ് പ്രതികരിക്കുന്നത്. തൊഴിൽ ഇടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ വേണമെന്നും എന്ത് തോന്നിയാസം ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന സ്ഥിതിയാണെന്നും ദിവ്യ പറയുന്നു. ഒരു അസോസിയേഷൻ്റെ ഉത്തരവാദിത്വമാണ് അവർ നിൽക്കുന്ന തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്കും എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നത്. സിനിമയിലെ സംഘടന അതിന് എത്രത്തോളം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ചോദിച്ച ദിവ്യ ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് മൗനമാണെന്നും ആരോപിച്ചു. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ വിശ്വസിച്ച് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് നമ്മൾ. എപ്പോഴും പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. സൗഹൃദത്തിനും അപ്പുറം നമ്മൾ സ്പേസ് കൊടുക്കും. അപ്പോഴാണ് ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം പുറത്തു വരുന്നത് എന്നും ദിവ്യ പറയുന്നു. നമ്മൾ കുറച്ചുപേർ വന്ന ഇക്കാര്യങ്ങൾ പറയുന്നത് ഫേമസ് ആവാനല്ല. തൊഴിൽ ഇടങ്ങളിൽ നമുക്ക് സുരക്ഷ വേണം. ഒരു അസോസിയേഷൻ്റെ ഉത്തരവാദിത്തമാണ് അവർ നിൽക്കുന്ന തൊഴിൽ ഇടത്ത് ഏതൊരു സ്ത്രീയും എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നത്. അവരെത്രത്തോളം അതിന് റെസ്പോൺസിബിളാണ്. 2018 പരാതി പറഞ്ഞതാണ്, അതിന് പരിഹാരമുണ്ടായില്ല. മൗനമായിരുന്നു പ്രതികരണം. അലൻസിയർ എന്ന നടൻ സ്റ്റേറ്റ് അവാർഡിനെതിരെ വരെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഒരു നടപടിയും എടുത്തില്ല. എന്ത് തോന്നിയാസവും ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന സ്ഥിതിയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ദുരനുഭവം ഉണ്ടായാൽ അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഏതൊരു സ്ത്രീയും ചെയ്യേണ്ടത്. അല്ലാതെ എനിക്കുണ്ടായില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല വേണ്ടത് എന്നും ദിവ്യ ഗോപിനാഥ് കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ സിദ്ദിഖ്, മുകേഷ്, റിയാസ് ഖാൻ എന്നിവർക്കെല്ലാമെതിരെ ആരോപണങ്ങളുമായി വനിതകൾ രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ദിവ്യ ഗോപിനാഥിൻ്റെ ഈ പ്രതികരണം. പരാതി വരുന്ന അവസരങ്ങളിൽ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറി ആ പരാതിയിൽ നടപടികൾ സ്വീകരിക്കാനുള്ള അവസരം സിസ്റ്റത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് തന്നെയാണ്. ഇതുതന്നെയാണ് 2018 കാലത്ത് അലൻസിയർക്കെതിരെ അമ്മ എന്ന സംഘടനയിൽ പരാതി കൊടുത്തപ്പോഴും അവരോട് ചോദിച്ചത്. എന്ത് നടപടിയാണ് നിങ്ങളുടെ അംഗമായ വ്യക്തി എന്നോട് ചെയ്ത ചൂഷണത്തിന് നിങ്ങൾ സ്വീകരിക്കുക എന്നായിരുന്നു ദിവ്യയുടെ ചോദ്യം. വിശദമായി എന്തൊക്കെയാണ് നടന്നത് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഈ 5 വർഷ കാലയളവിൽ ഇത്തരം തുറന്നുപറച്ചിലുകൾ എത്രത്തോളം ജീവിതത്തെ ബാധിച്ചു എന്നതിൻ്റെ രക്തസാക്ഷിയാണ് താൻ എന്നും ദിവ്യ പറയുന്നു. ഒരുപാട് സ്വപ്നം കണ്ട് തിയേറ്റർ പ്രൊഫഷണലായി പഠിച്ച് സിനിമയിലേക്ക് എത്തിയ ആളാണ് ഞാൻ. എന്നാൽ ആ സ്വപ്നമെല്ലാം മാറ്റിവെച്ച് മറ്റൊരു മേഖലയിൽ തൊഴിലെടുക്കാൻ നിർബന്ധിതയാവുന്നുണ്ടെങ്കിൽ അതൊട്ടും സന്തോഷത്തോടെയല്ല. പരാതി ഉന്നയിച്ചയാൾ ഇന്നും സിനിമയിൽ സജീവമാവുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവസരങ്ങൾ നഷ്ടമായി ജീവിക്കുന്നു. ഇന്നിപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്ന് 3 ദിവസം കൊണ്ട് അസോസിയേഷനിലെ വ്യക്തികൾ ഉൾപ്പെടെ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ സന്തോഷമുണ്ട്. തെളിവുണ്ടെങ്കിൽ പറയൂ എന്നാണ് പലരും പറയുന്നത്. അലൻസിയർ ചെയ്ത തെറ്റ് സമ്മതിച്ച് ക്ഷമ ചോദിച്ചയാളാണ്. അയാൾ ചെയ്ത തെറ്റിന് അസോസിയേഷൻ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് സംഘടനയിലെ അംഗങ്ങൾക്ക് സ്വയം ചോദിക്കാം. നാം എപ്പോഴും നെഞ്ചിലൊരു ക്യാമറയുമായി നടക്കണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നും ദിവ്യ ചോദിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാകുന്നത്. ഏത് ജോലി ചെയ്യുമ്പോഴും ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് നടക്കണം. ഇത്തരം ചോദ്യങ്ങളൊക്കെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്. 2018 ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞു. 2024 ആയിട്ടും എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നും ദിവ്യ ചോദിക്കുന്നു.